വചനമൊഴി ദനഹകാലം 3-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 31:1-8, ഏശയ്യ 41:8-16, ഫിലിപ്പി 3:4-16, മർക്കോസിന്റെ സുവിശേഷം 3:7-19. ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായിലൂടെ വെളിവാക്കപ്പെട്ട ദൈവരഹസ്യത്തെ ധ്യാനിക്കുന്ന ആരാധനാക്രമ കാലഘട്ടമാണല്ലോ ദനഹകാലം. മിശിഹ ആകുന്നവൻ ആണ് എന്ന ദൈവരഹസ്യമാണ് കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ചത്. മിശിഹ ദൃശ്യമായി നമ്മോടുകൂടെ ആയിരിക്കുന്നത് കൗദാശികമായിട്ടാണെന്നും അത് സഭയിലൂടെയാണ് നമുക്കിന്ന് അനുഭവിക്കുവാൻ സാധിക്കുന്നതെന്നും കഴിഞ്ഞയാഴ്ച തിരുവചനത്തിലൂടെ നാം പങ്കുവച്ചിരുന്നു. മിശിഹായുടെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നത് സഭയിലൂടെയാണ്. മിശിഹ തന്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നതിന് അപ്പസ്തോല സമൂഹത്തെ തിരഞ്ഞെടുക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിവരിക്കുന്നത്. അപ്പസ്തോല സമൂഹത്തിന്റെ തുടർച്ചയും വളർച്ചയുമാണ് സഭ. ഇന്ന് മിശിഹാ രഹസ്യം പ്രത്യക്ഷീകരിക്കപ്പെടുന്നത് സഭയിലൂടെയാണ്. മിശിഹായോടുകൂടി ആയിരിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക, പിശാചിനെ ബഹിഷ്കരിക്കുക എന്നതാണ് അപ്പസ്തോലന്മാരുടെ ദൗത്യമായി തിരുവചനം പറയുന്നത്. അതുതന്നെയാണ് സഭയുടെ ദൗത്യവും. അതായത് ഈശോയുടെ കൂടെയായിരിക്കുക, സദ്വാർത്ത അറിയിക്കുക, നന്മ ചെയ്യുക, തിന്മയ്ക്കെതിരെ പോരാടുക. സുവിശേഷദത്തമായ ഈ ദൗത്യം ജീവിക്കുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനായിട്ടാണ് മിശിഹ സഭ സ്ഥാപിച്ചത്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള ആദ്യ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത് മോശയുടെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നതിന് ജോഷുവയെ നിയോഗിക്കുന്നതാണ്. ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിന് ജോഷുവയെ നിയോഗിക്കുമ്പോൾ കർത്താവ് മോശയിലൂടെ നൽകുന്ന ഉറപ്പ് കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകുമെന്നും കർത്താവ് അരുൾ ചെയ്യുന്നത് പോലെ ജോഷുവ നിങ്ങളെ നയിക്കുമെന്നുമാണ്. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ഉറപ്പ് തന്നെയാണ് അപ്പസ്തോല സമൂഹത്തെ ആശീർവദിച്ചുകൊണ്ട് ഈശോ സുവിശേഷങ്ങളിൽ പല ആവർത്തി പറയുന്നതും. ഭയപ്പെടേണ്ട, ഞാനാകുന്നു. മത്തായി 14:27, യോഹന്നാൻ 6:20. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. മത്തായി 28:20. എന്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടാകും. മത്തായി 18:20. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങളെ സഹായിക്കാൻ ഒരു സഹായകനെ, പാരാക്ലേത്തായെ, ഞാൻ നൽകും. യോഹന്നാൻ 14:16-18. എത്ര ശക്തമായ വാക്കുകളാണ് മിശിഹ അപ്പസ്തോല ഗണത്തിന് നൽകിയിരിക്കുന്നത്. ഈ വചനത്തിൽ ആഴമായി വിശ്വസിച്ച് മുന്നേറുകയാണ് സഭയ്ക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. മാനുഷികമായ കഴിവുകളിൽ ശരണം വയ്ക്കുന്നതിനേക്കാൾ ഈശോയിൽ ആശ്രയിക്കുന്നവരായി മാറുക, അതാണ് നാം ഇന്ന് ചെയ്യേണ്ടത്. സഭ ദൈവികമായൊരു സംവിധാനമാണെന്ന് മനസ്സിലാക്കുക. കേവലം മനുഷ്യരുടെ ഒരു കൂട്ടം മാത്രമല്ല സഭ, അത് ദൈവികമായ പ്രവൃത്തിയാണെന്നും ദൈവികമായ പ്രവൃത്തികൾ ചെയ്യാനാണ് സഭ സ്ഥാപിക്കപ്പെട്ടതെന്നും ഉള്ള ബോധ്യമാണ് സഭാധനയർക്ക് വേണ്ടത്. ദൈവിക ശുശ്രൂഷയാണ് സഭയുടെ ശുശ്രൂഷ എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ തന്നെ സഭയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ദൈവികമായ പ്രവൃത്തികൾ മനുഷ്യകരങ്ങളിലൂടെ നിർവഹിക്കുമ്പോൾ അതിൻ്റെതായ കുറവുകൾ സംഭവിക്കും. എന്നാൽ ദൈവഹിതത്തോട് ചേർന്നു നിന്നാൽ ഏത് പ്രതിസന്ധികളിലും സഭയുടെ ശുശ്രൂഷ ദൈവികമായി നിർവഹിക്കാൻ സാധിക്കും. ഇന്നത്തെ രണ്ടാമത്തെ പ്രഘോഷണത്തിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനെ കുറിച്ചാണ്. ഏശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നീ എന്റേതാണ്, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു,
ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. മിശിഹ തന്റെ രക്തത്താൽ നേടിയ പുതിയ ഇസ്രായേലായ സഭയോട് ആവർത്തിക്കുന്ന വചനങ്ങളും ഇതുതന്നെയാണ്. മിശിഹ തന്റെ രക്തത്താൽ നേടിയ പുതിയ ഇസ്രായേലായ സഭയോട് ഈശോ ആവർത്തിക്കുന്നതും ഇതേ വചനങ്ങൾ തന്നെയാണ്. പഴയ നിയമത്തിൽ മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ രൂപപ്പെടുത്തി മോശയുടെ പിൻഗാമിയായി ജോഷുവയെ നിയോഗിച്ച് അവനെ നയിച്ച ദൈവം ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവാണ് തന്റെ ദൗത്യം തുടരുന്നതിനു വേണ്ടി അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതും സഭയെ സ്ഥാപിച്ചതും. സഭയോടൊത്ത് അവിടുന്ന് എന്നുമുണ്ട്. ഈ വിശ്വാസ തീഷ്ണതയിലേക്കാണ് ഇന്നത്തെ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നത്. മിശിഹായുടെ അനുയായിക്കുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് പറയുന്നത്. ഈശോ മിശിഹായിലുള്ള തെരഞ്ഞെടുപ്പിന്റെ മഹത്വം പൗലോസ്ലീഹ പ്രഘോഷിക്കുന്നുണ്ട്. യഹൂദൻ എന്ന നിലയിൽ തനിക്കുണ്ടായിരുന്ന കുലമഹിമയും ആഭിജാത്യവുമെല്ലാം മിശിഹായെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും സർവവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ് സ്ലീഹ ചെയ്യുന്നത്. പൗലോസ്ലീഹ യഹൂദ വിശ്വാസത്തിൽ അടിയുറച്ചയാളും അന്നത്തെ പ്രശസ്ത പണ്ഡിതനായിരുന്ന ഗമാലിയേലിന്റെ ശിക്ഷണത്തിൽ തോറ പഠിച്ച തീഷ്ണമതിയുമായിരുന്നു. എന്നാൽ മിശിഹായുടെ ജ്ഞാനത്തിൽ കൂടുതൽ വിലയുള്ളതായി കരുതി മിശിഹായുടെ അനുയായിയായി മാറി. അത് അവിടുത്തെ ഉത്ഥാനത്തിന്റെ ശക്തിയും അവിടുത്തെ സഹനത്തിന്റെ കൂട്ടായ്മയെയും അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടുന്നതിനും വേണ്ടിയാണ്. ഒരു വിശ്വാസി മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ മിശിഹായുടെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. സഭയാണ് അതിന് ഒരുവനെ പ്രാപ്തമാക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്, മാമോദീസായിലൂടെ മിശിഹായുടെ മരണത്തിലും ഉത്ഥാനത്തിലുമാണ് നാം പങ്കാളികളാകുന്നത്. മിശിഹാ രഹസ്യത്തിന്റെ പ്രഘോഷകരായി സഭാത്മകമായി ജീവിക്കുവാനുള്ള വിളിയാണ് ഈ ദനഹകാലത്ത് തിരുവചനത്തിലൂടെ തിരുസഭ നമുക്ക് നൽകുന്നത്. അതിന് പ്രത്യുത്തരം നൽകി ജീവിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.